നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് പ്രകൃതിയും നമ്മളുമാണ്. പ്രകൃതി എന്ന് പറയുന്ന ആ ശക്തി വിശേഷത്തെ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ദിവസത്തെ അന്തരീക്ഷത്തിൻ്റെ മൂകതയനുസരിച്ച് നമ്മളുടെയൊക്കെ മൂകതയുണ്ടാകും. പ്രകൃതി സന്തോഷിച്ചാൽ നമ്മളും സന്തോഷിക്കും. അപ്പോൾ പ്രകൃതിയും നമ്മളും തമ്മിലൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഒരു ദിവസം ഭയങ്കര മഴ, ആ മഴയത്തെ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് ഭയങ്കര അസഹ്യമാണ്. അപ്പോൾ പ്രകൃതിയിലൂടെ നമ്മൾ പോകണമെങ്കിൽ ആ മഴയും ആ കാറ്റും ആ വെയിലും എല്ലാം നമ്മൾ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ കുടയോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല, ചേമ്പില പോലും നമ്മളെടുത്ത് തലയിൽ വെച്ച് ആ പ്രകൃതിയോട് ഇണങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് രോഗങ്ങളുണ്ടായിരുന്നില്ല. ഇന്ന് ആ കാലമെല്ലാം മാറി, പ്രകൃതി വളരെ ദുരിതത്തിലായി, പ്രകൃതിക്ക് തന്നെ ശോകമായി തുടങ്ങി. ആ അന്തരീക്ഷം തന്നെ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും അത് വിലയായി തുടങ്ങി. അപ്പം മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദുരിതമാണ് പ്രകൃതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ പ്രകൃതിയിൽ തണൽ ഉണ്ടാവണമെങ്കിൽ പ്രകൃതിയിൽ കുട ചൂടി വ്യക്തമാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മരങ്ങളും നട്ടുപിടിപ്പിച്ച് ആ പ്രകൃതിയുടെ അന്തരീക്ഷത്തെ തണുപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കടമയാണ്. പക്ഷേ ഇന്നത് ആരും ചെയ്യുന്നില്ല. ഉള്ള മരങ്ങൾ മുറിച്ച് കളയുന്ന സമൂഹമാണ് നമ്മൾ. കുളങ്ങളും തോടുകളും വയലുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വളരെ സന്തോഷകരമായിരുന്നു. ആ സന്തോഷം എങ്ങനെയാണ് പോയത്? എല്ലാം മൂടി ജലസ്രോതസ്സുകളെല്ലാം അടഞ്ഞ് പ്രകൃതി വരൾച്ചയുടെ മുക്കൂത്തി. ഇത് നമ്മൾക്ക് മനുഷ്യർക്ക് നാശമാണെന്നുള്ള കാര്യം ബോധത്തോടുകൂടി നമ്മൾ ചിന്തിച്ചാൽ വയലുകളും കിണറുകളും കുളങ്ങളും എല്ലാം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ലെങ്കിലും ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരു അല്പം ജലസ്രോതസ്സുകൾ കണ്ടെത്താൻ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക തന്നെ ചെയ്യണം. വൃക്ഷങ്ങളുള്ള സ്ഥലത്തെ ജലങ്ങൾ ഉണ്ടാവുള്ളൂ. ആ ജലമാണ് നമ്മുടെ ജീവൻ. ആ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായമാണ് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും ഒരു വൃക്ഷം വെച്ച് നട്ടു കഴിഞ്ഞാൽ എല്ലാ പ്രകൃതിയിലും കുട ചൂടുന്നത് പോലെ വൃക്ഷങ്ങൾ വരും തലമുറയ്ക്ക് അത് പ്രയോജനപ്പെടും. നാളത്തേക്കെന്നുള്ള കരുതൽ നമ്മൾ കാണണം. നാളത്തെ തലമുറകൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവരായിരിക്കണം, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നവരായിരിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. കാരണം പ്രകൃതി എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾ അടങ്ങുന്ന ഒരു ചിന്തകളിലൂടെ കടക്കുന്നതാണ് പ്രകൃതിയെന്ന് നാം മനസ്സിലാക്കിയാൽ പ്രകൃതിയെ സ്നേഹിക്കും, പ്രകൃതി നമ്മളെയും സ്നേഹിക്കും എന്നുള്ള കാര്യം മറക്കണ്ട. നന്ദി, നമസ്കാരം.